കേരളത്തനിമയിലേക്കെന്ന സന്ദേശമുയർത്തി നടത്തുന്ന ധർമ്മസന്ദേശയാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ വൻ സ്വീകരണം. ക്ഷേത്രസ്വത്ത് കൊള്ളയടിക്കുന്ന നവകേരളമല്ല, ധാർമ്മിക മൂല്യമുള്ള നവകേരളമാണ് നമുക്ക് വേണ്ടതെന്ന് സന്യാസി മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. താനൂർ ശോഭാ പറമ്പിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ധർമ്മസന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതാ അമൃതാനന്ദമയി മുഖ്യരക്ഷാധികാരിയായി കേരള മാർഗദർശക മണ്ഡലം വിവിധ പരമ്പരകളിലെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ കേരളത്തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തിയാണ് ധർമ്മസന്ദേശയാത്ര നടത്തുന്നത്. ധർമ്മസന്ദേശയാത്രയെ ജില്ലാ അതിർത്തിയായ ഇടിമൂഴിക്കലിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് മലപ്പുറം ജില്ലയിലേക്ക് സ്വീകരിച്ചത്. രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ സമുദായ സംഘടനാ പ്രതിനിധികളും ആധ്യാത്മിക ആചാര്യന്മാരും പങ്കെടുത്തു. ഹൈന്ദവ സമാജം നേരിടുന്ന വിവിധ വിഷയങ്ങളെ ആനുകാലിക സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചയും നടന്നു. വൈകുന്നേരം താനൂർ ശോഭാപറമ്പ് ശ്രീകുരുമ്പ ക്ഷേത്ര മൈതാനത്ത് മഹാസമ്മേളനവും നടന്നു. ക്ഷേത്രസ്വത്ത് കൊള്ളയടിക്കുന്ന നവകേരളമല്ല, ധാർമ്മിക മൂല്യമുള്ള നവകേരളമാണ് വേണ്ടതെന്ന് സ്വാമി ചിദാനന്ദപുരി ധർമ്മസന്ദേശത്തിൽ പറഞ്ഞു. ആചാരനിഷ്ഠയും ശാസ്ത്രബോധവും നൽകുന്ന ആർജവത്തിൻ്റെ രൂപമായി ഈ സമാജത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാണ് ധീരന്മാരുരുത്തിരിയുന്നത്. നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദ സ്വാമികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിവ്യാപ്തിയും ശക്തിയുമുള്ള രാക്ഷസീയ ശക്തികളോട് പോരാടി ഹൈന്ദവ സാമ്രാജ്യം സ്ഥാപിക്കാൻ ഒരു ശിവജി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ മാതൃശക്തിയാണ്. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ, എടപ്പാൾ, താനൂർ എന്നിവിടങ്ങളിലെ മാതാ അമൃതാനന്ദമയി മഠങ്ങളുടെ ചുമതലയുള്ള സ്വാമിനി അതുല്യാമൃത പ്രാണ സനാതനധർമ്മം സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്ന് പറഞ്ഞു. കേരളം എന്ന് പറയുന്നത് ഭ്രാന്താലയമാണെന്ന് പറയുന്നവരുണ്ട്. ഈ ഭ്രാന്ത് മാറ്റുവാൻ, ജനങ്ങളുടെ ഭ്രാന്ത് മാറ്റുവാൻ എന്ത് ചെയ്യണം? സനാതനധർമ്മത്തിൻ്റെ പ്രചരണമാണ് വേണ്ടത്. യുക്തിയും ബുദ്ധിയും ശാസ്ത്രീയതയും ഭക്തിയും ചേർന്ന നിത്യഹരിതമാലയാണ് സനാതനധർമ്മം എന്ന് മഞ്ചേരി മാതാ അമൃതാനന്ദമയി മഠാധിപതി സ്വാമിനി വരദാമൃത ധർമ്മസന്ദേശം നൽകി. സ്വാമി ആത്മസ്വരൂപാനന്ദ അധ്യക്ഷനായിരുന്നു. സ്വാമി ഡോക്ടർ ധർമാനന്ദ, സ്വാമി രാമാനന്ദനാഥ ചൈതന്യ, സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ, സ്വാമി അശേഷാനന്ദ, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി, സ്വാമി ജിതാത്മാനന്ദ സരസ്വതി, ബ്രഹ്മകുമാരി സുനിതാബഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മസന്ദേശയാത്ര സ്വാഗത സംഘം അധ്യക്ഷ റിട്ടയർഡ് SP ഇന്ദിരാ കൃഷ്ണകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ആയിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളാണ് മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത്. ഒക്ടോബർ 7 കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മസന്ദേശയാത്ര 21 തിരുവനന്തപുരത്ത് സമാപിക്കും. അമൃത ന്യൂസ്, മലപ്പുറം.